ലേസിനെസ് അഥവാ മടി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളത്. പക്ഷേ അത് എത്ര ഡേഞ്ചർ ആണെന്ന് നമ്മൾ അറിയുന്നില്ല. മടി ഒറ്റൊരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം മാറ്റിമറിക്കില്ല. പക്ഷേ അത് മിനിറ്റ് ആയിട്ട് നമ്മുടെ ടൈം സ്റ്റീൽ ചെയ്യുകയാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു പ്രൈം ഫോക്കസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ ലെറ്റ്സ് ലോക്ക് ഇൻ. ഇമാജിൻ ചെയ്യുക, സമയം ഒരു രാവിലെ 7 മണി. നിങ്ങൾ ഉറങ്ങുകയാണ്. അലാറം അടിക്കുന്നു, നിങ്ങൾ അലാറം സ്നൂസ് ചെയ്യുന്നു. വീണ്ടും അലാറം അടിക്കുന്നു, നിങ്ങൾ വീണ്ടും സ്നൂസ് ചെയ്യുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേക്കുമെന്ന് നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്ത് അതേസമയം അലാറം സെറ്റ് ചെയ്ത് കിടന്ന് നിങ്ങൾ എഴുന്നേറ്റതോ രാവിലെ 9 മണിക്ക്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു വലിയ മടിയോടെയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ലേസിനെസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനെ പറ്റിയ സൊല്യൂഷൻസും പിന്നെ അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും ഒക്കെയാണ്. സോ വാച്ച് ദിസ് till the end. Every time you will say I will do it later, you are training your brain to control difficult tasks. അതായത് നിങ്ങൾ എല്ലാ സമയത്തും പിന്നെ ചെയ്യാം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ തന്നെ ട്രെയിൻ ചെയ്യുകയാണ്, എനിക്കിത് പറ്റില്ല എന്ന്. സോ ഏതെങ്കിലും ഒരു ടാസ്ക് നിങ്ങൾ മാറ്റി വെക്കുന്നതിന് പകരം ലെറ്റ്സ് ഡു ഇറ്റ് റൈറ്റ് നൗ. സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആർ നോട്ട് സ്മാർട്ടർ, മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ആർ മോർ കൺസിസ്റ്റന്റ്. എക്സാംസ് കഴിഞ്ഞു, റിസൾട്ട് വന്നു, മാർക്സ് വന്നു. നിങ്ങൾ നോക്കിയപ്പോൾ ഒരു സ്റ്റുഡന്റിന് നല്ല മാർക്ക്. ചിലർ പറയും അവൻ ക്ലാസ് ടോപ്പറാണ്, അവൻ സ്മാർട്ടാണ്, അതുകൊണ്ടാണ് അവന് തോന്നിയ മാർക്ക് കിട്ടിയത്. റിമെമ്പർ, നിങ്ങൾ ഒരു ഭാഗത്ത് വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറുഭാഗത്ത് ആ സ്റ്റുഡന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിരുന്നു. ദാറ്റ്സ് ദ ഡിഫറൻസ്. ലേസിനെസ് ഫീൽസ് കംഫർട്ടബിൾ നൗ, ബട്ട് ഇറ്റ് ക്രിയേറ്റ്സ് സ്ട്രെസ്, ഗിൽട്ട് ആൻഡ് പാനിക് ലേറ്റർ. ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഒരു ദിവസം ഒന്നും ചെയ്യാതെ രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുന്നു. നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും, ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും ചെയ്തില്ല, ഡിസ്ട്രാക്ഷൻസ് കാരണം ബുക്ക് ഒന്ന് തുറന്നു നോക്കാൻ പോലും പറ്റിയില്ല, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇപ്പം പഠിച്ചിട്ടുണ്ടായിരിക്കും, ആ സമയവും ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ലേ? ഇതിന് കാരണം നിങ്ങൾക്കൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ്. സ്മാൾ ഡെയിലി ആക്ഷൻസ് മാറ്റർ മോർ ദാൻ ഒക്കേഷണൽ ഹാർഡ് വർക്ക്. നിങ്ങൾ ഫസ്റ്റ് ഒരു ടൈമർ സെറ്റ് ചെയ്യുക, ഒരു മണിക്കൂറത്തേക്ക്. എന്നിട്ട് ആ സമയം നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഫോക്കസോടെ ഒന്ന് പഠിച്ചു നോക്ക്. ഒരാഴ്ച ചെയ്തു നോക്കുമ്പോൾ തന്നെ 420 മിനിറ്റ്, ഇത് 2 ആഴ്ചയാകുമ്പോൾ 840 മിനിറ്റ്, അതുപോലെ തന്നെ ഒരു മാസം അഥവാ 30 ദിവസം എത്തുമ്പോൾ 1800 മിനിറ്റ്, അതായത് 30 മണിക്കൂർ. എന്താല്ലേ ഒരു മണിക്കൂറിന്റെ ഇമ്പാക്റ്റ്? നമ്മൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ആക്ഷൻസ് എപ്പോഴും കൂടുതൽ സമയം ഡിസ്ട്രാക്റ്റഡോടെ വർക്ക് ചെയ്യുന്നതിനെ എപ്പോഴും തോൽപ്പിക്കും. ദ ബിഗ്ഗസ്റ്റ് ലൈ ലേസിനെസ് ടെൽ ഈസ് യു സ്റ്റിൽ ഹാവ് പ്ലെന്റി ഓഫ് ടൈം. ഒന്നോർക്കുക, നിങ്ങളിപ്പോൾ വേസ്റ്റ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. കിട്ടിയ സമയത്ത് വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾ ജീവിതത്തിൽ ഒന്നും നേടാൻ പോകുന്നില്ല. ഈ ലോകത്തിലെ പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്കും മടിയുണ്ടായിരുന്നു. അവർ തുടങ്ങിയപ്പോൾ അവർക്കും പ്രശ്നങ്ങളും തിരിച്ചടികളും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കിട്ടിയ ചെറിയ ടൈം പോലും യൂസ് ചെയ്യാൻ തുടങ്ങി. സോ മടിയുടെ ഇടത്തിരിക്കാതെ നിന്റെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നോക്ക്. ഇത്രയും നേരം നമ്മൾ ലേസിനെസിന്റെ ഡാർക്ക് സൈഡിനെ പറ്റിയാണ് അറിഞ്ഞത്. ഇനി നമുക്ക് സൊല്യൂഷൻസ് നോക്കാം. എല്ലാവരുടെയും പ്രശ്നമാണ് മോട്ടിവേഷൻ കിട്ടിയിട്ട് തുടങ്ങും അല്ലേ? പക്ഷേ മോട്ടിവേഷൻ കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയവർ സക്സസ് നേടിയവരാണ്. ദാറ്റ്സ് കോൾഡ് ഡിസിപ്ലിൻ. നിങ്ങൾക്കൊരു 2 മണിക്കൂർ പഠിക്കണം എന്ന് വിചാരിക്കുക. ഫസ്റ്റ് അതിനെ 30 മിനിറ്റ് വീതമുള്ള 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സെക്ഷനിലെ 30 മിനിറ്റിൽ നിങ്ങൾ ഫോക്കസോടെ പഠിക്കുക. എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇതാണ് പൊമോഡോറോ ടെക്നിക്. ഈ ടെക്നിക്ക് വഴി നിങ്ങൾക്ക് ഫോക്കസോടെ പഠിക്കാൻ കഴിയുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോർ അടിക്കുന്നത് മാറി കിട്ടും. സോ ഇതുപോലുള്ള ഒരു വലിയ ടാസ്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചങ്കിങ് മെത്തേഡും പൊമോഡോറോ ടെക്നിക്കും യൂസ് ചെയ്യും. അപ്പോൾ ആ വലിയ ടാസ്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ആ സ്ഥലത്ത് ഫോൺ ഒരിക്കലും കൊണ്ടുവെക്കരുത്. കൊണ്ടുവച്ചാൽ നിങ്ങൾ പ്ലാൻ ചെയ്തതെല്ലാം വെള്ളത്തിലാകും. ചിലർക്കുള്ള പ്രശ്നമാണ് അവർ എല്ലാത്തിലും പെർഫെക്റ്റ് ആവാൻ തീരുമാനിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അവർ ടോട്ടലി ഡൗൺ ആവും. സോ നിങ്ങൾ പെർഫെക്ഷനിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കൺസിസ്റ്റൻസിയിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാകും. ഈ പറഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തെങ്കിൽ അടുത്തത് നിങ്ങളുടെ ലെവലപ്പ് ടൈമാണ്. ട്രാക്ക് യുവർ പ്രോഗ്രസ്, അതായത് നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക. ഏതിലാണ് ഞാൻ വീക്ക്, ഏതിലാണ് എനിക്ക് ഇനിയും പഠിക്കേണ്ടത്, ഏതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇങ്ങനെ നിങ്ങളെ തന്നെ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾസിലേക്ക് വളരെയധികം വേഗത്തിൽ എത്താൻ സാധിക്കും. സോ ഇനി ഇതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ആ പേപ്പറിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ അർജന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക് എഴുതി വെക്കുക. ശേഷം നിങ്ങൾ അതിന് എത്ര ടൈം സ്പെൻഡ് ചെയ്യുമെന്നും കൂടി താഴെ എഴുതി വെക്കുക. ശേഷം ആ എഴുതിയ ടൈം നിങ്ങളുടെ ടൈമറിലോ അല്ലെങ്കിൽ ഫോണിലോ സെറ്റ് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങളുടെ ഫോൺ, അതായത് നിങ്ങളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എനിമി, അതിനെ മാറ്റി വെക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ആരെയും നോക്കണ്ട, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഫോക്കസോടെ കോൺസെൻട്രേഷനോടെ നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇതൊരു 2 വീക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ ടിപ്സിൽ എന്തെങ്കിലും മാറ്റം തോന്നിച്ചാൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യൂ, ദിസ് ഈസ് യൂസ്ഫുൾ എന്ന്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലേസിനെസിന്റെ ഡാർക്ക് സൈഡിനെ പറ്റിയിട്ടും അതിന് പറ്റിയ സൊല്യൂഷൻസും പിന്നെ അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും ഒക്കെയാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ. ഹാവ് എ നൈസ് ഡേ.